ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മത്തായി 6-ന്റെ 5 മുതൽ 7 വരെ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഗിരിപ്രഭാഷണത്തിൽ എല്ലാ കാര്യങ്ങളെയും വളരെ സൂക്ഷ്മമായി കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. അല്ലെങ്കിൽ തന്നെ കേട്ട ശിഷ്യഗണത്തോടും കൂടി വന്ന ആളുകളോടും ആത്മീക, ധാർമ്മിക, സാമൂഹിക മാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും വിലയേറിയ ഉപദേശങ്ങളാണ് നൽകിയത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന. മനുഷ്യർ കാണേണ്ടതിന് കപടഭക്തിക്കാർ ചെയ്യുന്നത് പോലെ നമ്മൾ പ്രാർത്ഥിക്കരുത്. പ്രാർത്ഥന നമ്മുടെ ചില ആവശ്യങ്ങളെയെല്ലാം ദൈവം മുൻപാകെ ഇറക്കി വയ്ക്കുന്നതാണ്, അല്ലെങ്കിൽ അതുമാത്രമാണെന്ന് കരുതുന്നവരുണ്ട്. എന്നാൽ അത് മാത്രമല്ല പ്രാർത്ഥന. നമ്മൾ എന്ത് ചെയ്യണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ദൈവം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ദൈവഹിതം തിരിച്ചറിയാനുള്ള വേദി കൂടിയാണ് പ്രാർത്ഥന. ഇവിടെ പറയുന്നു, കപടഭക്തിക്കാർ അവർ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇത് യഹൂദന്മാരുടെ ഒരു സാധാരണ പ്രാർത്ഥനയുടെ രീതിയാണ്. എന്നാൽ ഏറെ നല്ലത് താഴ്മയുള്ളവരായി കുനിഞ്ഞ് പ്രാർത്ഥിക്കുന്നതാണ്. നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന ഒരളവിൽ നിഗളത്തെയും ആത്മവിശ്വാസത്തെയും കാണിക്കുന്നു. പരീശൻ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചു എന്ന് ലൂക്കോസ് 18-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അദ്ദേഹം വിശുദ്ധനാണെന്നും നല്ലവനാണെന്നും മറ്റുള്ളവരെല്ലാം മോശക്കാരാണെന്നും ചുങ്കക്കാർ, പാപികൾ, അങ്ങനെയുള്ളവരെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പരീശന്റെ പ്രാർത്ഥന നിന്നുകൊണ്ടാണ്. കർത്താവ് പറയുന്നു, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം? മുറിയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കണം. ദൈവം നമ്മുടെ പ്രാർത്ഥന കാണുകയും കേൾക്കുകയും ചെയ്യും. സാധാരണയായി ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടച്ചിരിക്കും. അക്ഷരപ്രകാരമുള്ള വാതിൽ അടയ്ക്ക മാത്രമാണെന്ന് ഉദ്ദേശിക്കരുത്. കർത്താവ് തന്നെ മലയിൽ കയറി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇസഹാക്ക് വെളിമ്പ്രദേശത്തും യേശുക്രിസ്തു മലയിലും പത്രോസ് വെൺമാടത്തിലും പ്രാർത്ഥനയ്ക്ക് സ്ഥലം കണ്ടെത്തി. അപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എവിടെയെങ്കിലും മുറിയിൽ കയറി അതടച്ചിരിക്കണം എന്നതല്ല ഇതിന്റെ അർത്ഥം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, കാണുന്നു. അതുകൊണ്ട് ലോകം നമ്മുടെ പ്രാർത്ഥന കാണണമെന്ന്, കേൾക്കണമെന്നും നമ്മൾ ആഗ്രഹിക്കരുത്. രഹസ്യത്തിലുള്ളത് കാണുന്ന പിതാവ് നമുക്ക് പ്രതിഫലം തരും. അവൻ നമ്മെ അംഗീകരിപ്പാൻ ഒരുക്കമുള്ളവനാണ്. ഒരു പക്ഷേ നമ്മെ ആരും കണ്ടില്ലെന്ന് വരാം. കർത്താവ് നഥായനിലിനോട് ഞാൻ നിന്നെ അത്തിയുടെ കീഴെ കണ്ടു എന്ന് പറയുന്നു, യോഹന്നാൻ 1-ാം അധ്യായത്തിൽ. പൗലോസ് തെരുവിലെ പ്രത്യേക വീട്ടിൽ പാർക്കുന്നത് യേശുക്രിസ്തു കണ്ടു. അവൻ സകലതും നല്ലവണ്ണം കാണുന്നു. അവൻ പരസ്യമായി സകലതും വെളിപ്പെടുത്തും, പരസ്യമായി പ്രതിഫലം തരും. വളരെ അധികം പറയുന്നത് കൊണ്ട് പ്രാർത്ഥന അംഗീകരിക്കണം എന്നുള്ള ചിന്ത പലർക്കുമുണ്ട്. നമ്മൾ വൃഥാ ജൽപ്പനം അല്ലെങ്കിൽ അധിക ഭാഷണം നടത്തരുത്.
വിശുദ്ധ ബൈബിളിൽ കാണുന്ന പ്രാർത്ഥന വളരെ ഹ്രസ്വമാണ്. ശലോമോന്റെ പ്രാർത്ഥന 1 ദിനവൃത്താന്തത്തിൻ 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതുപോലെ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായത്തിലുമുണ്ട്. യോഹന്നാൻ 17-ാം അധ്യായം 1 മുതലുള്ള ഭാഗത്ത് കർത്താവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് കാണുന്നു, മഹാപുരോഹിത പ്രാർത്ഥന. ഇവ രണ്ടുമാണ് ബൈബിളിൽ കാണുന്ന ഏറ്റവും ദീർഘമായ പ്രാർത്ഥന. എങ്കിലും മാക്സിമം 10 അല്ലെങ്കിൽ 15 മിനിറ്റിലധികം സമയം അതിന് വേണ്ട. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന മനുഷ്യരുടെ മുൻപാകെ നമ്മൾ പ്രാർത്ഥനാ വീരന്മാരാണ് എന്ന് കാണിക്കാൻ, ഒരുപാട് ജൽപ്പനങ്ങളല്ല, ദൈവസന്നിധിയിൽ വളരെ ഹ്രസ്വമായും ആത്മാർത്ഥമായും ലളിതമായും വിനയത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൂരെ നിന്ന് കാണുന്ന ഒരു പിതാവിനെ പോലെയാണ് നമ്മുടെ ദൈവം. നമ്മൾ മാനുഷികമായി നമ്മുടെ ആവശ്യങ്ങളെയൊക്കെ പറയുന്നു. കർത്താവ് നമ്മളെ മാനിക്കും, നമ്മളെ കാണുന്നു, കേൾക്കുന്നു. ആ ഒരു ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്നത്തെ പകൽക്കാലം ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ കർത്താവെ, അവിടുത്തെ സന്നിധിയിൽ എപ്പോഴും പ്രാർത്ഥിപ്പാനുള്ള സാവകാശവും സ്വാതന്ത്ര്യവും ഒക്കെ ഞങ്ങൾക്ക് നൽകിയത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കരുണയിൽ അടിയങ്ങൾ ആശ്രയിക്കുന്നു. കൈവിടാതെ കാത്തുകൊള്ളണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം, അനുഗ്രഹം, ആലോചന നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.